അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് കൃത്യമായി സംസാരിപ്പാൻ ആമേൻ. 116 സങ്കീർത്തനം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 14 വാക്യം വായിക്കാം. സ്തോത്രം. ദൈവത്തിന് കൊടുക്കുന്നതാണ് നേർച്ച. സ്തോത്രം, സ്തോത്രം. ആ ഒരു അർത്ഥത്തിലാണ് വഴിയോരങ്ങളിലും പള്ളി മേടകളിലും ഒക്കെ നമുക്ക് ധാരാളം നേർച്ചപ്പെട്ടി നമ്മൾ കണ്ടിട്ടുണ്ട്. നേർച്ചപ്പെട്ടി, കാണിക്ക വഞ്ചി. സ്തോത്രം. എന്നാൽ ദൈവത്തിലുള്ള നേർച്ച, ദൈവം അതിൽ നിന്ന് ഒരു രൂപ പോലും ദൈവം എടുക്കുന്നില്ല. ഒരു മെഴുകുതിരി ഞാൻ കത്തിച്ചോളാം, അത്രയും പ്രകാശം ഞാൻ ദൈവത്തിന് കൊടുത്തോളാം. സ്തോത്രം. സൂര്യചന്ദ്രനെയും സകല നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിന് വെളിച്ചമാകുന്നു. സ്തോത്രം. അപ്പൊ നേർച്ച എന്ന് പറഞ്ഞാൽ ഒരു മെഴുകുതിരി കൊടുക്കുന്നതോ ഒരു രൂപ ഇടുന്നതോ അല്ല നേർച്ച. സ്തോത്രം. ഒരു കോഴിയെ കൊടുക്കുന്നതല്ല നേർച്ച. നേർച്ച എന്ന് പറഞ്ഞാൽ സ്തോത്രം, ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയാണ്. സ്തോത്രം. യഥാർത്ഥ നേർച്ച എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരാധന മാത്രമേ ഉള്ളൂ. അത് മാത്രമാണ് ദൈവം അംഗീകരിക്കുന്നത്. സ്തോത്രം. സ്വർഗത്തിലേക്ക് പോകുന്നത് അത് മാത്രമാണ്. ദൈവവേലയ്ക്ക് സാമ്പത്തികം കൊടുക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. സ്തോത്രം, സ്തോത്രം. പക്ഷെ നേർച്ച എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കുന്ന ആരാധന. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ ആരാധന രഹസ്യമായിട്ടല്ല, പിന്നെ എങ്ങനെയാണ്? സകല ജനവും കാണുക. അപ്പൊ ആരാധന എപ്പോഴും പരസ്യ ആരാധനയാണ്. രഹസ്യമായിട്ട് ഒളിച്ചും പാത്തും എന്റെ കുടുംബക്കാരറിയരുത്, നാട്ടുകാരറിയരുത് എന്നൊക്കെ വിചാരിച്ച് രഹസ്യമായി പോയി ആരാധിക്കുന്നവരുണ്ട്. ഇവിടുന്ന് തൃശ്ശൂർ പോയി ആരാധിക്കുന്നവരുണ്ട്, ഇവിടുന്ന് എറണാകുളത്ത് പോയി ആരാധിക്കുന്നവരുണ്ട്. കാരണം ആലപ്പുഴക്കാർ അറിയരുത് ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണ്. സ്തോത്രം. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന ദേശത്ത് ഞാൻ എൻ്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുക ഞാൻ കഴിക്കും. അപ്പോൾ ആരാധന രഹസ്യമല്ല, ആരാധന പരസ്യമാണ്. അതിലാരും ലജ്ജിക്കരുത്. ദൈവത്തിന് ആരാധന അർപ്പിക്കുന്നതിലോ ദൈവത്തിന് പാടുന്നതിലോ ദൈവത്തിന് നൃത്തം ചെയ്യുന്നതോ ഒരിക്കലും ആരും എന്ത് ചെയ്യരുത്, ലജ്ജിക്കരുത്. അത് പരസ്യമായി ചെയ്യേണ്ട കാര്യമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇങ്ങോട്ട് നമുക്ക് തരുന്ന ഓരോ നന്മയ്ക്കും നമുക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ളത് താങ്ക്സ് ഗിവിംഗ്. ആമേ. ദൈവത്തിന് നന്ദി, ദൈവത്തിന് ആരാധന. ഇതെല്ലാം നേർച്ചകളാണ്. ഒരു നേർച്ചയും കടമായി കിടക്കരുത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരു ഞായറാഴ്ചത്തെ നമ്മുടെ ഒരുമിച്ച് നമ്മൾ വീട്ടിലൊക്കെ ആരാധിക്കുന്നുണ്ട്. വ്യക്തിപരമായി നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, അടുക്കളയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ മനോഹരമായ നിലയിൽ ദൈവത്തെ ആരാധിക്കുന്ന സഹോദരിമാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവരുടെ ജോലി സ്ഥലങ്ങളിൽ അവർ ദൈവത്തെ ആരാധിക്കുന്നവരുണ്ട്. വാഹന യാത്രയിൽ ഒന്നാന്തരമായ ദൈവത്തെ സ്തുതിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എല്ലാവരും കാണുക, ആമേ, എനിക്ക് എൻ്റെ ദൈവത്തെ ആരാധിക്കണം.
Praise the Lord. എല്ലാവരും കാണുക, എനിക്ക് എൻ്റെ ദൈവത്തെ ആരാധിക്കണം. ദൈവത്തിന് സ്തോത്രം. Praise the Lord. കാരണം സ്തോത്രം സ്തോത്രം. ആമേൻ. 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എന്താ ഇങ്ങനെ പരസ്യമായി ദൈവത്തെ ആരാധിക്കാൻ കാരണം? നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഓരോ ബന്ധനം അഴിയുമ്പോഴും ഒരു നേർച്ചയുണ്ട്. ബന്ധനം അഴിച്ചവന് സ്തോത്രം. ആമേ. എൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ചതിന് ഞാൻ ദൈവത്തെ നന്ദിയോടെ ആരാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ബന്ധനം അഴിയപ്പെട്ടവരാണ് എന്ത് ചെയ്യേണ്ടത്? ദൈവത്തെ പരസ്യമായി ആരാധിക്കേണ്ടത്. ഏതൊക്കെ ബന്ധനമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്, അതെല്ലാം കർത്താവ് അഴിച്ചത് ഓർത്ത് എന്ത് ചെയ്യണം? ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമ്മൾ അറിയാതെ തന്നെ എന്തെല്ലാം ബന്ധനങ്ങൾ കർത്താവ് നമ്മൾ അഴിച്ചു. നമ്മൾ ഈ ആരാധനയ്ക്ക് വരുമെന്ന് എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടതാണോ? പാരമ്പര്യത്തിന്റെ ബന്ധനങ്ങൾ നമ്മുടെ മേലുണ്ടായിരുന്നു. അതൊന്നും ഒരിക്കലും ആരെക്കൊണ്ടും അഴിക്കാൻ പറ്റത്തില്ല എന്ന് ചിന്തിച്ച സമയത്ത് ആ ബന്ധനത്തെ കർത്താവ് എന്ത് ചെയ്തു? അഴിച്ചു. വിഗ്രഹ ആരാധന എന്ന് പറഞ്ഞ ബന്ധനം, പാപത്തിൻ്റെതായ ബന്ധനം, ഞാൻ വിട്ടാലും എന്നെ വിടാത്തതായ പാപത്തിന്റെ ബന്ധനം, ശാപത്തിന്റെ ബന്ധനം, രോഗത്തിന്റെ ബന്ധനം എൻ്റെ കർത്താവ് അഴിച്ച് എന്നെ ഈ സമൂഹത്തിൽ എന്നെ കർത്താവ് നിർത്തിയിട്ടുണ്ടെങ്കിൽ സകല ജനവും കാണുക ഞാൻ ദൈവത്തിന് എന്ത് ചെയ്യണം? ദൈവത്തെ ആരാധിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഓരോ ബന്ധനം അഴിഞ്ഞവരും ദൈവത്തിന് അവന്റെ നേർച്ച എന്ത് ചെയ്യണം? അർപ്പിക്കണം, ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 29-ാം സങ്കീർത്തനം, 29-ാം സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പി. സ്തോത്രം. യഹോവയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ആരാധന അർപ്പിക്കുക. അതിനകത്ത് ഒരു മടിയും പിശുക്കും വരരുത്. യഹോവയ്ക്ക് കൊടുക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവന് മഹത്വവും ശക്തിയും കൊടുപ്പീൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സകല മഹത്വം കൊടുക്കണം. നമ്മുടെ വാ തുറന്ന് പറയണം, എൻ്റെ ദൈവം ശക്തിമാനാ. പറയണം, അധരം കൊണ്ട് പറയണം. ഞാൻ എന്താണോ എൻ്റെ ദൈവത്തെക്കുറിച്ച് വിശ്വസിക്കുന്നത് അത് ഞാൻ എൻ്റെ അധരം കൊണ്ട് ഞാൻ പറയണം. പ്രൈസ് ദി ലോർഡ്. ആരാധിക്കുന്ന സമയത്ത് എനിക്കൊരു രോഗമുണ്ടെങ്കിൽ ഞാൻ പറയണം, എൻ്റെ കർത്താവ് സൗഖ്യദായകനാന്ന് പറയണം, അവൻ വിടുവിക്കുന്നതിനാന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാ ശക്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അല്ലാതെ ദൈവം ക്ഷീണിച്ചുകൊണ്ടല്ല, ദൈവം അശക്തനായത് കൊണ്ട് നമ്മളെല്ലാവരും കൊണ്ട് ചേർന്ന് ദൈവത്തിന് ശക്തി കൊടുക്കുക എന്നല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നീ എന്താണോ നിന്റെ ദൈവത്തെക്കുറിച്ച് വിശ്വസിക്കുന്നത് അതും നീ ദൈവത്തോട് പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അകപ്പെട്ടിരിക്കുന്ന ഏത് സാഹചര്യങ്ങളിൽ നിന്നും എൻ്റെ കർത്താവ് എന്നെ വിടുവിപ്പാൻ പ്രാപ്തനെന്ന് ഞാൻ ഉറക്കെ പറയണം. അതാ ദൈവത്തിന് കൊടുക്കുന്ന ആരാധന. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നോക്കിക്കേ അടുത്തത്. നല്ല വിശുദ്ധ അലങ്കാരം ധരിച്ചിട്ട് വേണം ദൈവത്തിന് ആരാധന അർപ്പിക്കാൻ. സ്തോത്രം. ഞാൻ പറഞ്ഞ കല്യാണത്തിന് പോകാൻ ഒരുങ്ങുന്നേക്കാൾ നല്ലതുപോലെ ആരാധനയ്ക്ക് വരാൻ ഒരുങ്ങണം. ആരാധനയ്ക്ക് പഴയ സാരിയും പഴയ ഷർട്ടും. സ്തോത്രം. ആലപ്പുഴ നമ്മുടെ ചർച്ചിലല്ലേ, എല്ലാവരും കാണുന്നതല്ലേ, എല്ലാ ആഴ്ചയും കാണുന്നതല്ലേ. സ്തോത്രം. നമ്മളിവിടെ വരുന്നത് എല്ലാവരും കാണുന്നുണ്ട്, നല്ലതാണ്. പക്ഷെ ആരുടെ മുമ്പിലാണ് വരുന്നത്? എൻ്റെ ദൈവത്തിന് മുമ്പിലാണ്. ഏറ്റവും മനോഹരമായ വസ്ത്രം ധരിച്ച് വിശുദ്ധ അലങ്കാരത്തോടുകൂടെ യഹോവയെ നമസ്കരിക്കണം. സ്തോത്രം. ആണ് ഏറ്റവും കൂടുതൽ മുഷിയുന്നത് ആരാധന സമയത്താണ്. സ്തോത്രം. നല്ലതുപോലെ ആരാധിച്ചാൽ എന്ത് ചെയ്യും?
വേർക്കും. AC-ക്കകത്ത് ഞാൻ വേർക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മളെ തേച്ച് കൊണ്ടുവന്നൊക്കെ എന്ത് ചെയ്യും? ചുളുങ്ങും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരു സാധാരണ ഡ്രസ്സൊക്കെ മതി ആരാധനയ്ക്ക് എന്നാണ് നമ്മുടെ ചിന്താഗതി. അതേസമയം ഒരു കല്യാണത്തിന് വിളിച്ചാലോ, സ്തോത്രം, മണവാട്ടി മാറി നിൽക്കും. അതുപോലെ നമ്മൾ ഒരുങ്ങുന്നത് അല്ലേ? സ്തോത്രം. ഈ വിശുദ്ധ അലങ്കാരം ധരിക്കുക എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് വരുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അമ്മ എഴുന്നേറ്റ് കുളിച്ച് ഓടിങ്ങി വരരുത്. ഒത്തിരി ശുദ്ധീകരണം പ്രാപിക്കണം. പുറമെയുള്ള വസ്ത്രത്തെക്കാൾ അകമേയുള്ള ആ മനുഷ്യൻ, സ്തോത്രം, ആ ദൈവത്തെ ആരാധിക്കുന്ന ആ വ്യക്തിത്വം വിശുദ്ധ അലങ്കാരം ധരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ വരുന്ന സ്തോത്രം, ആ പ്രോഗ്രാം ആരുടെ മുമ്പിലാ? പരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിലാ ഞാൻ വരുന്നത്. അതുകൊണ്ട് വളരെ വിശുദ്ധിയോടുകൂടെ വേണം ആരാധനയ്ക്ക് വരാൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആരാധിച്ച് ബന്ധിക്കപ്പെട്ടവർ ഒത്തിരി പേരുണ്ട്. ആരാധിച്ച അനുഗ്രഹമല്ല, ശാപഗ്രസ്തരായവർ ഒത്തിരി പേരുണ്ട് ആരാധനയുടെ പേരിൽ. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ഓരോ ആരാധനയെക്കുറിച്ചും നമുക്ക് നല്ല ഉൾബോധമുണ്ടായിരിക്കണം. ഞാനിന്ന് എങ്ങോട്ടാ പോകുന്നത്? സ്തോത്രം. ഞാനിന്ന് എങ്ങോട്ടാ പോകുന്നത്? പ്രൈസ് ദി ലോർഡ്. ഞാൻ ആരെടുക്കലാ പോകുന്നത്? പരിശുദ്ധനായ ദൈവത്തിന്റെ അടുക്കൽ. ആ ദൈവത്തിന് ആരാധനയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ വിശുദ്ധ അലങ്കാരത്തോടുകൂടെ അവന്റെ അടുക്കലേക്ക് ചെല്ലണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആരാധനയ്ക്ക് വിശുദ്ധി എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സറാഫുകൾ ദൈവത്തെ ആരാധിച്ചപ്പം ദൈവത്തിന് കൊടുത്തത് എന്നാണെന്നറിയാവോ? മഹത്വം കൊടുത്തേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 2-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചേ. നിന്നു. ആ ആ ആ അവർ ആർത്തു പറയുകയാണ്. എന്താ പറഞ്ഞത്? സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സറാഫുകൾ, 6 ചിറകുകളുള്ള സ്വർഗീയ സറാഫുകൾ ഒരുവനോട് ഒരുവൻ മുഖത്തോട് മുഖം നോക്കി. സ്തോത്രം. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രം. മഹത്വപ്പെടുത്തുന്ന ഒരു പദം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നേ: സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് പറഞ്ഞ് ദൈവത്തിന് എന്ത് കൊടുത്തു? മഹത്വം കൊടുത്തു. സറാഫുകൾ പരിശുദ്ധനായ ദൈവത്തിന് മഹത്വം കൊടുത്തു. അവർ ദൈവത്തെ ആരാധിക്കുക. ആ ആരാധനയിൽ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനം എന്ത് ചെയ്തു? കുലുങ്ങി. നമ്മൾ ആരാധിക്കുമ്പോൾ കസാരയെങ്കിലും ചെറുതായിട്ട് നനങ്ങണ്ടേ? കസാര ആണെങ്കിലും കയ്യെങ്കിലും നനങ്ങണ്ടേ? നമ്മുടെ ആരാധനയെ കുറിച്ച് നല്ലതുപോലെ അറിയണം. സ്തോത്രം. സറാഫുകൾ ദൈവത്തിന് മഹത്വം കൊടുത്തപ്പം ഉമ്മരപ്പടിയുടെ അടിസ്ഥാനം കുലുങ്ങി. യെശയ്യാവ് കാണുകയാ. സ്വർഗീയ ദൂതന്റെ ആരാധനയാണോ നമ്മുടെ ആരാധന? സ്വർഗീയ ദൂതന്മാർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഈ ആരാധനയിൽ? ഇല്ല. അവരെ അതിനുവേണ്ടി മാത്രം സൃഷ്ടിച്ചതാ. കല്യാണമില്ല, പിള്ളേരില്ല, പള്ളിക്കൂടമില്ല, ഉപജീവന ചിന്ത അവർക്കില്ല. 24 മണിക്കൂറും അവർ ദൈവത്തെ ആരാധിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നീ എന്തിനാ ദൈവത്തെ ആരാധിക്കുന്നത്? ഒരു സറാഫ് ചോദിക്കുക, നീ എന്തിനാ ദൈവത്തെ ആരാധിക്കുന്നത്? എന്നെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങ് ചെയ്യുന്നു. അത് ശക്തിയോടെ ചെയ്യുക.
ഉണ്ടോ? അത് ശക്തിയോടെ ചെയ്യുക. ഒരു ഉദാസീനതയും ആരാധനയിലില്ല. അവരാർക്കുന്ന ആർപ്പിൽ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനം കുലുങ്ങി. ഒരനുഭവം ഇല്ലാത്തവരുടെ ആരാധന ഇങ്ങനെയാണെങ്കിൽ അനുഭവം ഉള്ളവരുടെ ആരാധനയോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉമ്മരപ്പടിയുടെ അടിസ്ഥാനം കുലുങ്ങത്തക്ക നിലയിൽ ആർപ്പിട്ട് ദൈവത്തെ ആരാധിക്കുന്ന സ്വർഗീയ ദൂതന്മാർ താഴെയുള്ള വിശുദ്ധന്മാരുടെ ആരാധനയെ കുനിഞ്ഞു നോക്കുന്ന. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ആരാധനയിൽ ചില അടിസ്ഥാനങ്ങളൊക്കെ കുലുങ്ങണം. ദൈവത്തിനെ ആർപ്പിടണം. വിശുദ്ധ അലങ്കാരത്തോടുകൂടെ സകല ജനവും കാണുക ദൈവത്തെ എന്ത് ചെയ്യണം? ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ ആരാധന ഒരിക്കലും ഉദാസീനതയോടെ ആകരുത് എന്ന് പറഞ്ഞാല് പലപ്പോഴും നമ്മുടെ ചിന്താഗതി ഇങ്ങനെയൊക്കെ മതി. എന്തെങ്കിലും ആരാധനയ്ക്ക് ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടോ? നിങ്ങൾ ചോദിച്ചേ, ആരാധനയ്ക്ക് ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടോ? വേദപുസ്തകത്തിലെ യാഗം, ആദ്യത്തെ യാഗമാണ് കായിൻ്റെയും ഹാബേലിൻ്റെയും യാഗം. എന്താ കായിൻ്റെ യാഗത്തിൻ്റെ പ്രത്യേകത? ഇങ്ങനെയൊക്കെ മതി. അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ കായിൻ്റെ ആരാധനക്കാരനാണ്. ഇങ്ങനെയൊക്കെ മതി, പറ്റുന്ന പോലെയൊക്കെ മതി. അതാണ് കായിൻ്റെ ആരാധന. എന്താ കായിൻ്റെ ആരാധന? കായിൻ ദൈവത്തെ അർപ്പിച്ചത് എവിടുന്ന? നിലത്തിലെ അനുഭവങ്ങൾ. നിലത്തിലെ അനുഭവങ്ങളാണ് കായിന്റെ ആരാധന. സ്തോത്രം, സ്തോത്രം. കൃഷി സാധനങ്ങളാണ് കായിൻ ദൈവത്തിന് അർപ്പിച്ചത്. ഹാബേലോ ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് കടിഞ്ഞൂലുകളിൽ നിന്ന് അവരുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. സ്തോത്രം. എന്താ ഈ രണ്ട് ആരാധന ഇങ്ങനെ വന്നത്? ഞാൻ പറയാം, പണമുള്ളവനും പണമില്ലാത്തവനും ആരാധനയ്ക്ക് മാറ്റമില്ല, വ്യവസ്ഥയ്ക്ക് മാറ്റമില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഈ ഹാബേൽ ചോദിച്ചു, ഹാബേലേ നീ എന്തിനാ ഈ ആടിനെ കൊണ്ടുവന്ന് രക്തം ചൊരിഞ്ഞ് യാഗം അർപ്പിക്കുന്ന എന്തിനാ? സ്തോത്രം. വ്യത്യാസം മനസ്സിലാക്കണം. കായിനോട് ചോദിക്കുക, കായിനെ നീ എന്തിനാ ഈ നിലത്തെ അനുഭവത്തിൽ നിന്ന് നീ ദൈവത്തെ ആരാധിച്ചത്? സ്തോത്രം. കായും പറയുന്ന ഒരു കാര്യം, എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. സ്തോത്രം. അതാണ് കായിന്റെ ആരാധന. ഇതൊക്കെ എന്നെ കൊണ്ട് ഇതേ പറ്റുള്ളൂ. നീ ഹാബേലിനെ ചോദിച്ചേ, ഹാബേലേ നീ എന്താ ഒരു ആട്ടിൻകുട്ടിയെ യാഗമർപ്പിച്ചത്? ഹാബേല് പറയുന്നത്, എബ്രായനകത്ത് എഴുതിയിട്ടുണ്ട്, വിശ്വാസത്താലാണ് ഞാൻ യഹോവയ്ക്ക് യാഗം. പ്രൈസ് ദി ലോർഡ്. എന്താ ഹാബേലെ നിന്റെ വിശ്വാസം? എന്താ നിന്റെ വിശ്വാസം? ഏദനിൽ അറുക്കപ്പെട്ട ഒരു കുഞ്ഞാട്. സ്തോത്രം. ലോകസ്ഥാപനത്തിന് മുമ്പ് അറുക്കപ്പെട്ട ഒരു കുഞ്ഞാട്. ഇനിയും വരാൻ പോകുന്ന മശിഹായ്ക്ക് നിഴലായിരിക്കുന്ന കുഞ്ഞാട്. ഈ ആടിൽ ഞാൻ കണ്ടത് ആരെയാ? മശിഹയെ ഞാൻ കണ്ടത്. സ്തോത്രം എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ ഞാൻ പറയാം, കായിന്റെ വഴിപാട് നിലത്തിലെ അനുഭവങ്ങളാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹാബേലിന്റെ വഴിപാട് ഉയരത്തിലെ അനുഭവങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാണ് ആരാധന തമ്മിലുള്ള വ്യത്യാസം. ദൈവത്തിന് സ്തോത്രം. കായിന്റെ അനുഭവങ്ങൾ നിലത്തിലെ അനുഭവങ്ങളാണെങ്കിൽ ഹാബേലിന്റെ ആരാധന ഉയരത്തിലെ അനുഭവങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലവും എന്റെ ആരാധന വിശ്വാസത്താലുള്ള ആരാധനയായിരിക്കണം. കേവലം കാഴ്ചയാലുള്ള ആരാധനയല്ല. ഉയരത്തിലെ കുഞ്ഞാടിനെ ആരാധിക്കുന്ന ആരാധനയാണ് ദൈവം പ്രസാദിക്കുന്നത്. സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനം എഴുതിയത് എങ്ങനെയാ? ഹാബേൽ, വിശ്വാസത്താൽ ഹാബേൽ കായീന്റേതിലും ഉത്തമമായത്. ഞാൻ പറയാം, ഇന്ന് ലോകത്തിൽ ആരാധനയ്ക്ക് ഏറ്റവും ഉത്തമമായത് യേശുവിന്റെ നാമമാണ്. മറ്റ് ഏതെല്ലാം ശക്തികൾ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിലും ആരാധനയ്ക്ക് യോഗ്യമായത്, അത്യുത്തമമായത് എന്റെ കർത്താവ് മാത്രമാ. അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ, അവൻ മാത്രമാ സ്തുതികൾക്ക് യോഗ്യൻ. യേശുവിന്റെ നാമത്തില് ആരാധനയില ഉമ്മരപ്പഴ അടിസ്ഥാനം കുലുങ്ങിയത്. ഇന്ന് പകൽക്കാലം ആത്മസന്തോഷത്തോടെ ദൈവത്തെ, ആത്മനിറവയോടെ ദൈവത്തെ ആരാധിക്കോ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. നിലത്തെ അനുഭവം ഇതൊക്കെ മതി. വേണമെങ്കിൽ ഹാബേലിന് ഒരാട്ടിൻകുട്ടിയെ, ചീഞ്ഞതൊന്നുമല്ല ഹാബേൽ അർപ്പിച്ചത്, ദൈവത്തിന് കൊടുത്തപ്പം നല്ലത് തന്നെയാണ് കായിനും കൊടുത്തത്. അല്ലാതെ എലി കണ്ടിച്ചതോ പുഴു കുത്തിയതോ പൊഴിഞ്ഞു വീണതോ മൂക്കാത്തതൊന്നുമല്ല. നിലത്തിലെ നല്ല അനുഭവങ്ങൾ തന്നെയാണ്. ഒരിക്കലും നമ്മൾ ഇങ്ങനെയൊക്കെ മതിയെന്ന് പറയരുത്. സ്തോത്രം. ഇങ്ങനെയൊന്നും മതിയെന്ന് പറയരുത്. ആരാധനയ്ക്ക് വ്യവസ്ഥ എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. പ്രൈസലോ. അല്ലെങ്കിൽ ദൈവം മുഖപക്ഷം കാണിച്ചെന്ന് വരും. സ്തോത്രം. ഹാബേലിന്റെ ജോലി എന്നതാ? ആട്ടിടയനാ. കായീൻ കൃഷിക്കാരനാ. അപ്പൊ അവര് രണ്ടുപേരും കൊണ്ടുവന്നത് കറക്റ്റ് അല്ലേ? സ്തോത്രം. പിന്നെന്തിനാ ഹാബേൽ ദൈവം പ്രസാദിച്ചത്? സ്തോത്രം. ആരാധനയുടെ പ്രമാണം ദൈവർക്ക് രണ്ടുപേർക്കും കൊടുത്തിട്ടുണ്ട്. രണ്ടുപേർക്കും ദൈവം ആരാധനയുടെ പ്രമാണം കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ആരാധന തികച്ചും കാഴ്ചയോടുകൂടി ആകരുത്, വിശ്വാസത്തോടു കൂടിയാകണം. രക്തച്ചൊരിച്ചിൽ കൂടാതെ പഴയ നിയമത്തിൽ ഒരു യാഗമില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. ആമേൻ. അങ്ങനെ യാഗം അർപ്പിച്ചത് കൊണ്ട് ആരാധനയിൽ സംഭവിച്ച കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. 4-ാം അധ്യായം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വായിച്ച്. ഉൽപ്പത്തി 4:4. ആ ആ ആ ആ ഉണ്ടോ? ആരാധനയിൽ ഒരാളുടെ ആരാധന ദൈവം പ്രസാദിച്ചു, ഒരാളുടെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചില്ല. ചേട്ടനും അനുജനുമാണ്, ഒരു കുടുംബത്തിലെ അംഗമാണ്. ദൈവത്തിന് ഒരിക്കലും മുഖപക്ഷമില്ല. ഇന്നിവിടെ ആരാധിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വലിയവരിൽ വരെ എന്ത് ചെയ്യണം? ദൈവം പ്രസാദിക്കണം. ദൈവം പ്രസാദിക്കണം. സ്തോത്രം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വരുമ്പോൾ ഒരു ഭയവും ഭക്തിയും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എത്ര സ്നേഹത്തോടും ഭക്തിയോടും കൂടി വേണം നമ്മൾ ദൈവത്തിന്റെ പാദത്തിലിരിക്കാൻ. കർത്താവേ, ഈ ആരാധനയിൽ എനിക്ക് എന്ത് ലഭിക്കണം? പ്രസാദം ലഭിക്കണം. എൻ്റെ ആരാധനയിൽ എനിക്കൊരു അനുഗ്രഹം എനിക്ക് ലഭിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പം കായീനിൽ ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിൽ ദൈവം പ്രസാദിച്ചു. അതുകൊണ്ട് കായീന് കിട്ടിയത് എന്നാന്നറിയാവോ? അവന്റെ മുഖം വാടി. ആരാധന കഴിഞ്ഞ് ഒരാളുടെയും മുഖം വാടരുത്. വിശ്വാസത്തോട്, ഞാൻ പറയും, വിശ്വാസത്തോടുകൂടെ യഥാർത്ഥ ആരാധന ദൈവത്തിന് അർപ്പിച്ചാൽ നിന്റെ മുഖം തെളിയും. മാറാത്ത ചില ടെൻഷൻ മാറും. മുഖം പാടുമ്പോൾ ആദ്യം പാടുന്ന എവിടെയാ? ഹൃദയവാ.
ഹൃദയത്തിന്റെ കണ്ണാടിയാണ് മുഖം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹാബേൽ എത്രമാത്രം സന്തോഷിക്കുന്നോ ആ സന്തോഷം എനിക്ക് ദൈവം തരും. ഈ ആലയത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഓരോരുത്തരെ ദൈവം മാറ്റി മാറ്റി വിടത്തില്ല. ഹാബേലിൽ പ്രസാദിച്ചതുപോലെ തന്നെ കായീനിൽ ദൈവം പ്രസാദിക്കും. പക്ഷേ കായീനിൽ ദൈവം പ്രസാദിച്ചില്ല. കായീന്റെ ആരാധന ഇങ്ങനെയൊക്കെ മതി, എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ അങ്ങ് ആരാധിക്കും. ദൈവമക്കളെ, ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവർക്കൊന്നും ശബ്ദമുയർത്താനോ എഴുന്നേറ്റ് നിൽക്കാനോ ശരിക്ക് കൈയടിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ നിങ്ങളുടെ അകത്തൊരാത്മാവുണ്ടല്ലോ, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ അകത്തൊരാത്മാവുണ്ടല്ലോ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആത്മാവിനൊരു തുടിപ്പുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ശബ്ദം ഉണ്ടെങ്കിൽ ആ ശബ്ദം ഉയർത്തിക്കോണം. കൈ ഉയർത്താൻ എന്നെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ സ്തോത്രം എന്ന ശബ്ദം ഉയർത്തണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ ഒരു കഴിവില്ലാത്തവരാരും ഒന്നും ഇവിടെ ഇല്ല. സ്തോത്രം. ഇവിടെയാ ദൈവം പ്രസാദിക്കുന്നത്. ആ ആരാധനയിലാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ദൈവം പ്രസാദിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. സ്തോത്രം, ആമേൻ. അപ്പോൾ സ്തോത്രം, അതിന്റെ സ്തോത്രം അഞ്ചാമത്തെ വാക്യം. ആ ആ ആ ആ സ്തോത്രം. ആരാധന കഴിഞ്ഞ് ദൈവം ചോദിക്കുകയും, കൈനെ നീ എന്തിനാ കോപിക്കുന്നത്? നിനക്കൊരു മാറ്റവും വന്നില്ലല്ലോ. ആരാധന കഴിഞ്ഞിട്ട് നിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നില്ലല്ലോ. സ്തോത്രം. സ്വന്തം സഹോദരനോട് തനിക്ക് കോപം, ദൈവത്തോട് തനിക്ക് കോപം, അമർഷത, ഭയങ്കര പ്രയാസം, സ്തോത്രം, ഈഗോ, അസൂയ ഒക്കെ ഈ കായിനെ അങ്ങ് ഭരിക്കുകയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. സത്യത്തിൽ നമ്മൾ ദൈവത്തെ ആരാധിച്ച് ഇറങ്ങുമ്പോൾ സ്തോത്രം, ഒരു വ്യക്തിയോട് ഒരു കോപം നമുക്ക് ഉണ്ടാകത്തില്ല. ഒരു വ്യക്തിയോടും ഒരു കോപം ഉണ്ടാകത്തില്ല. ദൈവ സ്നേഹമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ ദൈവം എൻ്റെ ആരാധനയിൽ പ്രസാദിച്ചു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ്. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആമേൻ. നോക്കുക, സ്തോത്രം. ഇനി അബ്രഹാം ദൈവത്തെ ആരാധിച്ചു. സ്തോത്രം. അതുകൊണ്ട് ഒന്ന് വായിച്ചേ. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അബ്രഹാം ദൈവത്തെ ആരാധിച്ചു. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ആ ആ നീ എനിക്ക് എന്ത് തരും? ഇത് അബ്രഹാമിന്റെ ഒരു ചോദ്യം. നമ്മളും ദൈവത്തെയൊക്കെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടും ഇങ്ങനെയുള്ള ചില കൊച്ചു കൊച്ചു ചോദ്യങ്ങളൊക്കെ നമുക്കുണ്ട്. കർത്താവ്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നില്ലേ, എനിക്കെന്താ നീ തരാത്തത്? എൻ്റെ വിഷയത്തിൽ എന്താ ദൈവം പ്രവർത്തിക്കാത്തത്? നീ എനിക്ക് എന്ത് തരും? സ്തോത്രം. എന്ത് തരുമെന്ന് ചോദിക്കാൻ കാരണം അവിടെ ഇവിടെയൊക്കെ പലതും കാണുന്നത് കൊണ്ടാണ്. സ്തോത്രം. നീ എനിക്ക് എന്ത് തരും? ആ ചോദ്യത്തിനകത്ത് ഉന്നയിക്കുന്ന ആരോപണം ഇതാണ്: എനിക്ക് മക്കളില്ല, എനിക്ക് മക്കളില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഉടനെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഒരു വാഗ്ദത്തം കൊടുത്തത് കേട്ടോ. ആ വാഗ്ദത്തം ഇപ്രകാരമാണ്. അതിന്റെ സ്തോത്രം, ആമേൻ. ആ 5-ാമത്തെ വാക്യം. ആ ആ ആ എന്ത് തരുമെന്ന് നിന്നോട് ചോദിച്ചില്ലേ? നിന്റെ സന്തതി ഇങ്ങനെയാകും. സന്തതിമേലുള്ള ഒരു വലിയ വാഗ്ദത്തം കൊടുക്കുക. നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ നിന്റെ സന്തതിയാകും. സമാധാനമായോ? സമാധാനമായി. ഒരു വാഗ്ദത്തം കിട്ടുമ്പോൾ എന്ത് സന്തോഷം അല്ലേ? അപ്പൊ എന്ത് കിട്ടും എന്ന് ചോദിച്ച് അബ്രഹാമിന് ദൈവം കൊടുത്തതാണ് നിന്റെ സന്തതി. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിനക്ക് സന്തതിയെ ഞാൻ നിനക്ക് തരും. സ്തോത്രം. ഇനി 7-ാമത്തെ വാക്യം. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്കാ കൊണ്ടുപോയത്. അറിയത്തില്ല ഏതാന്ന്. സ്തോത്രം. അബ്രഹാമിനോട് ചോദിച്ചു, അബ്രഹാമേ എങ്ങോട്ടാ പോകുന്നത്? ഊരി വിട്ടു പോകുവാണല്ലോ, മെസ്സപ്പൊത്തം വിട്ടു പോകുകയല്ലോ, എങ്ങോട്ടാ പോകുന്നത്?
ഒരൈഡിയ ഇല്ല. ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു ദേശം കാണിക്കും, അവിടേക്ക് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പോകുക. സ്തോത്രം. അങ്ങനെ അബ്രഹാം ആ വാഗ്ദത്ത ദേശത്ത്, കാണിപ്പാനിരിക്കുന്ന ദേശത്ത് അബ്രഹാം എത്തിയപ്പോൾ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, ഈ ദേശത്ത് നിനക്ക് ഞാൻ അവകാശമായി തരുവാൻ, ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവയാകുന്നു എന്നരുളി ചെയ്തു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ദേശവാ ഞാൻ നിനക്ക് അവകാശമായി തരാൻ പോകുന്നത്. ചില വാക്കുകളൊക്കെ നമുക്കും വിശ്വസിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. ഉടനെ അബ്രഹാം ചോദിച്ചു, ഞാൻ എങ്ങനെ അറിയും നീ ഇതെനിക്ക് തരുമെന്ന്? ഞാൻ എങ്ങനെ അറിയും? അതിന് നീ എനിക്കൊരു അടയാളം തരണമെന്ന് പറഞ്ഞു. സ്തോത്രം. എൻ്റെ മേൽ വാഗ്ദത്തമുണ്ട്. എന്നോട് കർത്താവ് ചില ദേശങ്ങളത്തെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എൻ്റെ പ്രാർത്ഥനാ വിഷയത്തോട് ഉള്ള ബന്ധത്തിൽ കർത്താവിനോട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതെങ്ങനെ എൻ്റെ ജീവിതത്തിൽ നിറവേറുമെന്ന് എനിക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? സ്തോത്രം. നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നതിൽ അബ്രഹാം ചോദിക്കുക. ഉടനെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാക്കാണ് അടുത്ത വാക്ക്. അപ്പം പറയുകയാണ്, ഈ വാഗ്ദത്തം നിറവേറാൻ നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് പറഞ്ഞില്ലേ, ഈ ദേശം ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞില്ലേ, അതിന് നീ ഒരു കാര്യം ചെയ്യണം, നീ എനിക്കൊരു ആരാധന അർപ്പിക്കണം. കർത്താവ്, എൻ്റെ വിഷയത്തിന് എങ്ങനെയാ പരിഹാരം ഉണ്ടാകുന്നത്? ഒറ്റ മറുപടി ഉള്ളൂ, നീ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കണം. അപ്പോൾ ആരാധനയിൽ അത്ഭുതങ്ങൾ നടക്കും, ആരാധനയിൽ വാഗ്ദത്തം നടക്കും, ആരാധനയിൽ ദൈവം പറഞ്ഞ ദേശം നിനക്ക് ദൈവം അവകാശമായി തരും. സ്തോത്രം. അവിടെ വ്യവസ്ഥ ദൈവം വെച്ചു. എന്തൊക്കെയാ കൊണ്ടുവരേണ്ടത്? 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെ നീ എൻ്റെ ഇടയ്ക്ക് കൊണ്ടുവരണം. 3 വയസ്സുള്ള ഒരു കോലാടിനെ കൊണ്ടുവരണം. 3 വയസ്സുള്ള ഒരു ആട്ടോട്ടിനെ കൊണ്ടുവരണം. കുറുപ്രാവിനെ കൊണ്ടുവരണം. അതിന്റെ കുഞ്ഞിനെയും കൊണ്ടുവരണം. എന്നിട്ടോ സ്തോത്രം. എന്തോന്നിനാൽ ഞാനിതറിയും? എങ്ങനെ ഞാനിത് പ്രാപിക്കും കർത്താവേ? ചോദ്യത്തിന് മറുപടിയാണ്, നീ എനിക്കൊരു യാഗം അർപ്പിക്കണം. സ്തോത്രം. 3 വയസ്സുള്ള ഒരു പശുക്കിടാവ്, 3 വയസ്സുള്ള ഒരു കോലാട്, 3 വയസ്സുള്ള ആട്ടുകൊറ്റൻ, ഒരു കുറുപ്രാവ്, അതിന്റെ കുഞ്ഞ്. സ്തോത്രം. അബ്രഹാമിനെ ഈ ആരാധിക്കാൻ പറയുമ്പോണ്ടല്ലോ, തോന്നിയ പോലെ അങ്ങ് ആരാധിച്ചോ എന്നല്ല, അതിനൊക്കെ കൃത്യമായ വ്യക്തമായ വ്യവസ്ഥയുണ്ട്. സകലത്തെയും അബ്രഹാം പിളർന്ന് നേരെ നേരെ ദൈവ മുമ്പിൽ വെച്ചു. പക്ഷികളെ എന്ത് ചെയ്തില്ല? പിളർന്നില്ല. കൈയിൻ്റെ ആരാധനയോട് ഒത്തു. ഇത് ഇങ്ങനെയൊക്കെ എനിക്കും ആരാധിക്കാൻ പറ്റുള്ളൂ. പക്ഷികളെ പിളർന്നില്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇതെന്നാ ഉണ്ട്? സ്തോത്രം. ഒരു സ്തുതിഗീതം പാടുമ്പോൾ ഇത് എന്നും ഞാൻ പാടുന്നതല്ലേ, ഇതിപ്പോ ഇന്ന് എന്നാ ഉണ്ട്? സ്തോത്രം. ഒന്നിനെ എന്ത് ചെയ്യരുത്? നിസ്സാരമായി നിസ്സാരമായി കാണരുത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പശുക്കിടാവിന്റെ വയറ്റിൽ ചാണകം ഉണ്ടെങ്കിൽ അത് നീക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? യാഗം അർപ്പിക്കാൻ. അതിനെ പിളർക്കുന്നത്. ഒരു ചെറിയ പ്രാവും കുഞ്ഞിന്റെ അകത്തും പ്രാകാഷ്ടം ഉണ്ടെന്ന്. പരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ ഒരു ചെറിയ സ്തോത്രം നീ അർപ്പിക്കുമ്പം നിന്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ടെങ്കിൽ ആ ആരാധനയിൽ ദൈവപ്രസാദം ഉണ്ടാകത്തില്ല. ഒരു പ്രാവും കുഞ്ഞിനെ യാഗമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രമാണം, അബ്രഹാമിനോട് ദൈവം
വ്യക്തമായിട്ട് പറഞ്ഞു, വാമൊഴിയായി പറഞ്ഞു. അത് എഴുതി വെച്ചിരിക്കുന്നത് മോശയാണ്. സ്വത്രം ഒന്ന് വായിച്ച ലേവ്യ പുസ്തകം 1-ാം അധ്യായം. നമ്മൾ ആരാധനയുടെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കണം. ലേവ്യ പുസ്തകം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ആകുന്നു പർവ്വജാതികളിൽ ഏതെങ്ങനെ ഒന്നിനെ കൊണ്ടുള്ള ഹോമയാഗമാകുന്നുവെങ്കിൽ അർപ്പിക്കണം. പുരോഹിതൻ ആ പ്രാവിൻ കുഞ്ഞിനെ യാഗപീഠത്തിന്റെ അടുക്കൽ കൊണ്ടുവന്ന് തല പിരിച്ച് പറിച്ച് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. അതിന്റെ രക്തം യാഗപീഠത്തിന്റെ പാർശ്വത്തിങ്കൽ പിഴിഞ്ഞ് കളയണം. അതിന്റെ തീൻ പണ്ടം മലത്തോടു കൂടെ പറിച്ചെടുത്ത് യാഗപീഠത്തിന്റെ അരികെ കിഴക്കുവശത്ത് വെണ്ണീരിടുന്ന സ്ഥലത്ത് ഇടണം. അതിനെ രണ്ടാക്കാതെ ചിറകോടുകൂടെ പിളർക്കണം. ആരാധന നിസ്സാരമായി കാണരുത്. ഇത് ദൈവം കൊടുത്ത പ്രമാണമാണ്. സ്തോത്രം. പക്ഷേ വളരെ മനോഹരമായ നിലയിൽ അബ്രഹാം, സ്തോത്രം, ആട്ടുകൊറ്റിനെയും പശുക്കിടാവിനെയും ഒക്കെ എന്ത് ചെയ്തു? തോലുരിച്ച് അതിൻ്റെ അകത്തെ സകല വേസ്റ്റും മാറ്റിക്കളഞ്ഞിട്ട് പിളർന്ന് നേരെ ദൈവസന്നിധിയിൽ വെച്ചു. വലിയ ഒരു പശുവിനെ അറുത്തപ്പം അതിൻ്റെ അടുത്തിരിക്കുന്ന ഒരു ചെറിയ പ്രാവിനെ എന്നാ അറക്കാനാ? അതിൻ്റെ രക്തവും അതിൻ്റെ അകത്തിരിക്കുന്ന മലിനതയൊക്കെ എന്നാ കളയാനാ? അതിനെ പിളർക്കാതെ അതിനെ യാഗപീഠത്തിന്റെ അരികെ വെച്ചു. സ്തോത്രം. ഉടനെ സംഭവിച്ചെന്നറിയാവോ? ആ യാഗപീഠത്തിൽ ഇറങ്ങി വന്നത് റാഞ്ചൻ പക്ഷി ഇറങ്ങി. റാഞ്ചൻ പക്ഷി ഇറങ്ങി. സ്തോത്രം. റാഞ്ചൻ പക്ഷി, നിങ്ങൾ അതൊന്ന് ഈ വചനം ധ്യാനിക്കുമെന്ന് കാണണം. അബ്രഹാമിന്റെ ആഗ്രഹം എന്നതാ? ഇന്ന് വരെ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യത്തിന്റെ മറുപടി ലഭിക്കാൻ പോകുക. എന്തു തരുമെന്ന് ചോദിച്ചു. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ദൈവം എനിക്ക് തലമുറയെ തരും. എൻ്റെ തലമുറ വിഷയത്തിൽ ഒരു വിടുതൽ ഈ യാഗത്തിൽ. കാണിപ്പാനിരിക്കുന്ന ദേശം, സ്തോത്രം, ആമേൻ, ഈ ദേശം എൻ്റെ ദൈവം എനിക്ക് അവകാശമായി തരാൻ പോകുന്നതിന്റെ തെളിവ്. അതാണ് ഈ ആരാധന. അതാണ് ഈ ആരാധന. ആ ആരാധന അർപ്പിക്കുന്ന സമയത്ത് കൊടുക്കേണ്ട ഗൗരവം കൊടുക്കാൻ പറ്റാതെ ഈ അബ്രഹാമിന്റെ മേൽ ഒരു സാത്താന്യ പരിവേഷം, സ്തോത്രം, കടന്നു വന്ന് കുറച്ച് ദൈവത്തിന് മാറ്റിയിട്ട് കുറച്ച് പിശാചിന് വേണ്ടി അവിടെ ഒരുക്കി വെച്ചു. നീ അത് വലിയ കാര്യം നോക്കണ്ട, വലിയ കാര്യം നോക്കണ്ട. സ്തോത്രം. എത്രയോ വലിയ വലിയ പാപം നീ ഏറ്റു പറഞ്ഞിരിക്കുന്നു. ഈ കൊച്ചു പാപമൊക്കെ ഒരു കുഴപ്പമില്ല. സ്തോത്രം. ക്ഷമിക്കാതെയും പൊറുക്കാതെയും നിരക്കാതെയും ആരാധനയിൽ വന്നിരുന്നാൽ ഞാനും എൻ്റെ തലമുറകളും ശപിക്കപ്പെടും. അത് തലമുറ മേൽ വരുത്തി വയ്ക്കുന്ന വലിയ ഒരു ശാപമായിരിക്കും. സ്തോത്രം. ഉണ്ടോ? തലമുറമേൽ വരുന്ന, ഞാൻ ആരാധന മുടക്കിയൊന്നുമില്ല, പക്ഷേ ആരാധന ഇറങ്ങി വന്നതെന്നറിയാവോ? വലിയ റാഞ്ചൻ പക്ഷി. ഇന്നത്തെ കഴുകന്മാരെക്കാളൊക്കെ വളരെ വലിയ കഴുകന്മാരായിരുന്നു അന്നുണ്ടായിരുന്നത്. വലിയ ആനറാഞ്ചൻ എന്ത് ചെയ്തു? ആ യാഗം ഇറങ്ങി വന്നു. ഇറങ്ങി വന്നപ്പോഴേക്ക് അബ്രഹാം എന്ത് ചെയ്തു? ആട്ടിക്കളഞ്ഞു. എങ്ങനെയാ ആട്ടുന്നത്? എങ്ങനെയാ ആട്ടുന്നത്? എങ്ങനെയാ ആട്ടുന്നത്? അല്ല, നമുക്ക് എല്ലാ കറിയില്ല ആട്ടുന്നത്. ആട്ടിയപ്പോൾ ആട്ടുന്നവരുടെ മുഖം എങ്ങനെ ഇരിക്കും അല്ലേ? കോപത്തോടുകൂടെ ആട്ടിയപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ സന്തതിയെ ഞാൻ ആട്ടിക്കളയും.
നിനക്ക് ഇഷ്ടമില്ലാത്തത് ഇറങ്ങി വന്നപ്പം നീ ആട്ടിയില്ലേ? നിന്റെ യാഗപീഠത്തിങ്ങൾ നീ വിചാരിച്ചു ദൈവപ്രസാദം ഇറങ്ങി വരുമെന്ന്. റാഞ്ചം പക്ഷി ഇറങ്ങി വന്നപ്പം നീ ആട്ടിയില്ലേ? അതുപോലെ നിന്റെ സന്തതിയെ 400 വർഷത്തേക്ക് ഞാൻ ആട്ടിക്കളയും. ഇസ്രായേൽ മക്കൾക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരുവോ 400 വർഷത്തെ മിസ്രൈമിലെ വാസം, അടിമ വേല, അവർ അനുഭവിക്കുന്ന കഷ്ടത, അവർ അനുഭവിക്കുന്ന മരണഭയം. എത്ര പേർ മിസ്രൈമിൽ ഒടുങ്ങി? കൂലിയുണ്ടോ? ഒരു ഉയർച്ചയുണ്ടോ? ഒരു നന്മയുണ്ടോ? ഒരു അഭിവൃദ്ധിയുണ്ടോ? എന്നും സ്ലേവ് സ്ലേവ്, അടിമ അടിമ അടിമ. എന്താ അതിന്റെ കാരണം? ഒരപ്പൻ ഒരു ചെറിയ പക്ഷി എന്ത് ചെയ്തില്ല? പിളർന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, മാതാപിതാക്കളൊക്കെ ശ്രദ്ധിച്ചോണം. ഇനി വിവാഹം കഴിക്കാൻ പോകുന്നതിന് ശ്രദ്ധിച്ചോണം. നമ്മൾ ദൈവത്തിന് ഒരു ആരാധന ഉദാസീനതയോടെ അർപ്പിച്ചാൽ അത് തലമുറകളെ ദൈവം തമ്പുരാൻ ആട്ടിക്കളയും. അവർ അനുഭവിക്കേണ്ട നന്മയിൽ നിന്ന്, അവർ അനുഭവിക്കേണ്ട വാഗ്ദത്തങ്ങളിൽ നിന്ന് മാതാപിതാക്കന്മാർ മുഖാന്തരം തലമുറകൾ എന്ത് ചെയ്യരുത്? ശാപഗ്രസ്തരാകരുത്. ആമേ. വാഗ്ദത്തത്തിൽ നിന്നും ദൈവികമായ കൃപയിൽ നിന്നും മക്കൾ അകന്നു പോകാനിടയാകരുത്. അത് കണ്ടുവേണം നമ്മൾ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. വായിച്ച വാക്യം. ആ ആ ആ ആ ആ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നീ അറിഞ്ഞോ അബ്രഹാമേ, എന്ത് തരുമെന്ന് ചോദിച്ചില്ലേ? ഞാൻ നിനക്ക് തരും. ഞാൻ ബോഷ്ക്ക് പറയുന്നവനല്ല. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ നീ സന്തതികളെ കാണും. പക്ഷേ ഞാൻ അവരെ എന്ത് ചെയ്യും? ആട്ടിക്കളയും. സ്വന്തമല്ലാത്ത ദേശത്തേക്ക് അവരെ ഞാൻ ആട്ടിക്കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1-2 വർഷം നീ കാത്തിരിക്കണ്ട. 400 വർഷം അവരാ ദേശത്തായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ആരാധനയിൽ കിട്ടിയ പ്രസാദം മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒത്തിരി കുടുംബങ്ങൾ ഇതുപോലെയുള്ള ചില കെട്ടിനകത്ത് കഴിയുന്നുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇതുപോലുള്ള കെട്ടിൽ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ അതിൻ്റെ ഗൗരവവും അതിൻ്റെ അന്തഃശക്തിയും മനസ്സിലാക്കി വേണം നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ. സഭായോഗത്തിന് വന്നിരുന്നു പോയതുകൊണ്ട് ഒരു അർത്ഥമില്ല. അങ്ങനെയുള്ള സഭായോഗങ്ങളിൽ വരാതിരിക്കുന്ന ഏറ്റവും നല്ലത്. പ്രൈസ് ദി ലോർഡ്. വെറും കൈയോടുകൂടെ നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരരുത്. എൻ്റെ സന്നിധിയിൽ നിങ്ങൾ വരരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ആ ആരാധനയിൽ റാഞ്ചം പക്ഷി ഇറങ്ങി മക്കളോടുള്ള വാഗ്ദത്തവും അബ്രഹാം കേട്ടു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഉടനെ അബ്രഹാമിന് സംഭവിച്ച കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവന് ഒരു ഗാഢനിദ്ര വന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ഗാഢനിദ്ര വന്നു. പിന്നെന്താ വന്നത്? ഭീതി, ഒരു വലിയ ഭയം, അന്ധകാരം അവന്റെ മേൽ വീണു. ആരാധനയെങ്കിൽ ഇതല്ല സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഭയം മാറുകയാണ്, അന്ധകാരം മാറുകയാണ്. യഥാർത്ഥമായ ദൈവപ്രസാദമുള്ള ആരാധനയിൽ ആമേ ദൈവ മഹത്വം എന്ത് ചെയ്യും? അവിടെ ഇറങ്ങി വന്നു വസിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ആമേ അലക്ഷ്യമായി ആരാധനയിൽ ഇരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്നാ പിന്നെ ഞാൻ ഇനി ആരാധനയ്ക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിരിക്കരുത്. സഭായോഗത്തെ ഉപേക്ഷയായി വിചാരിക്കുകയും ചെയ്യരുത്. ഉപേക്ഷിക്കരുത്. സഭായോഗത്തെ ഉപേക്ഷിക്കുകയും ചെയ്യരുത്. വന്നാൽ വിശ്വാസത്തോടുകൂടെ കായീൻ യാഗം അർപ്പിച്ചതുപോലെ എന്ത് ചെയ്യണം? യാഗം അർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹാബേൽ യാഗം അർപ്പിച്ചതുപോലെ യാഗം അർപ്പിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ വാഗ്ദത്തമൊക്കെ ലഭിച്ചതിന് ശേഷമാണ്
ദൈവം അബ്രഹാമിനെ ഒന്നും കൂടെ പരീക്ഷിച്ചു. സ്തോത്രം. ആര് ജനിച്ചതിന് ശേഷം? ഇസഹാക്ക് ജനിച്ചതിന് ശേഷം. ദൈവം പറഞ്ഞാൽ പിന്നെ പറഞ്ഞത് തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. ഇസഹാക്ക് ജനിച്ചപ്പം അവനെ ഒന്ന് പരീക്ഷിച്ചു. നീ ആദ്യം എന്നെ പരീക്ഷിച്ചില്ലേ, ഈ ദേശം എനിക്ക് ഇങ്ങനെ കിട്ടുമെന്നും എൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയാകുമെന്നും എങ്ങനെ അറിയും? സ്തോത്രം, പ്രൈസ് ദി ലോർഡ് എന്ന് ചോദിച്ചപ്പം നീ എന്നെ ആരാധിക്കാൻ ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എന്നെ ആരാധിച്ചു, അത് നിനക്ക് ശാപമായി മാറി. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകൻ ഇസഹാക്കിനെ എന്ത് ചെയ്യണം? നീ മോറിയ മലയിൽ കൊണ്ടുപോയി യാഗം അർപ്പിക്കണം. അതിൽ അബ്രഹാം എടുത്ത റിസ്ക് മനസ്സിലായോ? ഇതുപോലെ ഒരു അപ്പൻ ഇന്ന് വരെ റിസ്ക് എടുത്തിട്ടില്ല. ഒന്നാമത്തെ ആരാധന ഉഴപ്പി. അതെന്റെ ജീവിതത്തിൽ വേദനയായി, എൻ്റെ തലമുറകൾക്ക് വേദനയായി. ഇനി ഒരു ആരാധന എന്ത് ചെയ്യരുത്? ഉഴപ്പരുത്. സ്തോത്രം. അതാണ് അബ്രഹാമിന്റെ രണ്ടാമത്തെ യാഗം. പ്രൈസ് ദി ലോർഡ്. സ്വന്തം മകൻ ഇസഹാക്കിനെ യാഗമർപ്പിക്കാൻ അബ്രഹാം എടുത്ത റിസ്ക്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരിക്കൽ പോലും ഈ ആരാധനയിൽ റാഞ്ചം പക്ഷി ഇറങ്ങി വരരുത്. പ്രൈസ് ദി ലോർഡ്. ഒരു തടസ്സം ഈ ആരാധനയ്ക്ക് ഉണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വളരെ വ്യക്തതയോടുകൂടെ സാറായോട് പറഞ്ഞില്ല, ഇസഹാക്കിനോട് പറഞ്ഞില്ല, ബാലിക്കാരോട് പറഞ്ഞില്ല. അതിരാവിലെ എഴുന്നേറ്റ് വിറക് അടുക്കി കെട്ടി കഴുതയ്ക്ക് കോപ്പിട്ട് ബാലിക്കാരെ രണ്ടുപേരെയും ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ സ്ഥലത്ത് ചെന്നു. അബ്രഹാമിന്റെ ഈ ആരാധനയിൽ അബ്രഹാമിന് ഒരു ഭയവുമില്ല, ഒരാശങ്കയുമില്ല. എല്ലാം പറയുന്നത് യഹോവ കരുതിക്കൊള്ളും, യഹോവ കരുതിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. മലമുകളിൽ ചെന്ന് മകനെ പിടിച്ച് യാഗപീഠത്തിന്മേൽ കിടത്തിയിട്ട് സ്തോത്രം കത്തി ഉയർത്തി. അഭിനയമല്ലായിരുന്നു. ഒരു പ്രാവിന്റെ നേരെ ഞാൻ കത്തി ഉയർത്താത്തതിന്റെ വേദന അബ്രഹാമിനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു ചെറിയ പ്രാവും കുഞ്ഞിന്റെ മീതെ കത്തി ഉയർത്താത്തതിന്റെ വേദന അബ്രഹാമിന് നല്ലതുപോലെ അറിയാം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അബ്രഹാം കത്തി ഉയർത്തി തന്റെ മകനെ വെട്ടാൻ വേണ്ടി തന്നെയാ. അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവയ്ക്കരുത്. ദൈവത്തിന് മനസ്സിലായി, വെട്ടുമെന്ന് ഉറപ്പാ, മകൻ യാഗമാവുന്ന ഉറപ്പാ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് ദൈവം നീതിയായി കണക്കിട്ടു. അത് ദൈവം നീതിയായി കണക്കിട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ആരാധന അത് നീതിയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാ കണ്ണുകൾ ദിവസം അടച്ച് അല്പസമയം ദൈവത്തെ ആരാധിക്കാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാധനയിൽ മറഞ്ഞിരിക്കുന്ന സാത്താന ശക്തികളുണ്ട്. ഹല്ലേലൂയ. ഒരു ദൈവപ്രസാദം ലഭിക്കാൻ കഴിയാതെ, ഒരു വിടുതൽ ലഭിക്കാൻ കഴിയാതെ എല്ലാ ആരാധനയ്ക്കും നീ വന്ന് അതുപോലെ തിരിച്ചു പോകാൻ പിശാച് പലപ്പോഴും പദ്ധതി ഇടാറുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മെ കാക്കുന്ന ദൈവം തമ്പുരാൻ പറയുകയാണ്, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്, ഞാൻ മാറ്റമില്ലാത്തവനാണ്, ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞത് എനിക്ക് തരുവാൻ കഴിയും, ഞാൻ ബോഷ്ക്ക് പറയുന്നവനല്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാല വ്യവസ്ഥ പ്രകാരം വിശുദ്ധിയോടുകൂടെ പാപത്തെ ഏറ്റുപറഞ്ഞ്, കുറവുകളെ ഏറ്റുപറഞ്ഞ് ദൈവത്തെ ഒന്ന് ആത്മാവിൽ ആരാധിക്കാൻ ഒന്ന് തയ്യാറാക്കിക്കേ. നിന്റെ ശരീരത്തിന് മേൽ സൗഖ്യം, നിന്റെ തലമുറയുടെ മേൽ വിടുതൽ, നിന്റെ ദേശത്തിന് മേൽ വിടുതൽ നൽകുക എന്റെ ദൈവം മതിയായവനാ. എല്ലാവരും ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. എല്ലാവരും ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. യേശുവിന്റെ നാമത്തിൽ അനുഭവത്തോടെ, നിലത്തെ അനുഭവമല്ല, ഉയരത്തിലെ അനുഭവം, ഉയരത്തിലെ അനുഭവം ഇന്ന് മുതൽക്കാലം പ്രാപിക്കാം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ ശബ്ദത്തോടെ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാം.
ചില കെട്ടുകൾ പൊട്ടും, ചില ബന്ധനങ്ങൾ അഴിയും, സ്വാതന്ത്ര്യം പ്രാപിക്കും, ചില രോഗങ്ങൾ അഴിഞ്ഞു മാറും. പുതുവഴികൾ തുറക്കപ്പെടും യേശുവിന്റെ നാമത്തിൽ. നീ അറിയപ്പെടാത്ത നന്മകൾ, അറിയപ്പെടാത്ത ദൈവത്തിന്റെ പ്രവൃത്തികൾ ദൈവം നമ്പുരാൻ നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാ. ദൈവത്തിന്റെ തീ ഇറങ്ങട്ടെ. എലിയാവിന്റെ യാഗപീഠത്തിന്മേൽ ഇറങ്ങിയ ദൈവത്തിന്റെ തീ ഈ ആരാധനയിൽ വെളിപ്പെടട്ടെ. Glory, 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 glory. മക്കളെല്ലാം ആരാധിക്കേ, എല്ലാരും കരമടിച്ച് ആരാധിക്കേ യേശുവിന്റെ നാമത്തിൽ. നാളുകളായി വെല്ലുവിളിക്കുന്ന അവകാശ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു പോകട്ടെ. എന്റെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ, എന്റെ യേശുവിന്റെ രക്തത്താൽ ജയം, ജയം, ജയം. വസ്തുവിന്മേലുള്ള ബന്ധനങ്ങൾ, തലമുറയുടെ മേലുള്ള ബന്ധനങ്ങൾ ഇന്ന് പകൽക്കാത്ത ആരാധനയിൽ അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ചുടരകടക ശതരാധന, ചുടരബലകടക ശിരഖരാധനരവ, ചുടരബലകടക ശതരാധനരവ, ചുടരഖിരബലബരബരബ. Hallelujah, hallelujah. Hallelujah. I bless Jesus. Hallelujah. 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 ഈ ജനത്തെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഈ വചനങ്ങളുടെ ദൈവമക്കളെ അനുഗ്രഹിക്കുന്ന കർത്താവേ. Hallelujah. 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 അവന്റെ നേർച്ചകളെ സകല ജനവും കാങ്ക കഴിക്കും. അമേ, അവിടെ മഹത്വം ഇറങ്ങട്ടെ, ദൈവത്തിന്റെ തേജസ് ഇറങ്ങട്ടെ, ദൈവദൂതന്മാർ ഇറങ്ങട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവത്തിന്റെ മേഘം ഇറങ്ങി വരട്ടെ, ദൈവത്തിന്റെ തീ ഇറങ്ങി വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. സൗഖ്യത്തിലെ സൗഖ്യം. കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക്, കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക്, കടലിനപ്പുറത്തേക്ക്, രാജ്യങ്ങൾക്കപ്പുറത്തേക്ക് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അസ്ഥിയുടെ മേൽ, ഞരമ്പിന്റെ മേൽ, ത്വക്കിന്റെ മേൽ, മാംസപേശികളുടെ മേൽ, ആന്തരിക അവയവങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന രോഗശക്തികൾ യേശുവിന്റെ നാമത്തിൽ കരിഞ്ഞു പോകട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. ഇന്നു മുതൽ എൻ്റെ ആരാധനയ്ക്ക് ഒരു മാറ്റം. അപ്പാ, ഞാൻ നിസ്സാരമെന്ന് കാണുന്നത് എൻ്റെ ദൈവത്തിന് അതെത്രയോ വലുതാണ്. ഹല്ലേലൂയ. ഞാൻ നിസ്സാരമായി കാണുന്നത് എൻ്റെ ദൈവത്തിന് എത്രയോ വലുതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുമേശ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഹല്ലേലൂയ. അപ്പാ, ഇതിനെ നിസ്സാരമായി ഒരിക്കലും കാണാനിടയാകരുത്. ഇതിനെ നിസ്സാരമായി കാണാനിടയാകരുത്. ഹല്ലേലൂയ. ഞാൻ നുറുക്കുന്ന ഈ അപ്പം എൻ്റെ യേശുവിൻ്റെ ശരീരമാണ്. അപ്പാ, ഞാൻ കുടിക്കുന്നതായ ഈ പാനപാത്രം യേശുവിൻ്റെ രക്തത്തിൻ്റെ ഓർമ്മയാണപ്പോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ അപ്പം നുറുക്കുമ്പോൾ എൻ്റെ യേശുവിൻ്റെ ശരീരം വേദനിക്കരുത്. എൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തിന് നോവുണ്ടാകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കഴുകണമേ കർത്താവേ, എന്നെ കഴുകണമേ കർത്താവേ. അപ്പാ, സകല ജനവും കാണുക ഒരു കാപട്യമുള്ള ആരാധനയല്ലപ്പാ, ഒരു നടനമല്ല, അഭിനയമല്ലപ്പാ. ഉയരത്തിലെ അനുഭവം, ഉയരത്തിലെ അനുഭവം എനിക്ക് തരണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ നിമിത്തം എൻ്റെ കുഞ്ഞ്, ഞാൻ നിമിത്തം എൻ്റെ കൊച്ചുമക്കൾ കർത്താവേ, ഹല്ലേലൂയ, വേദനിപ്പാനിടയാകരുത്, അവർ കെട്ടപ്പെടുവാനിടയാകരുത്. ഇന്ന് പകൽക്കാലം ക്ഷമിക്കുന്ന കരുണാമയനായ ദൈവത്തിന്റെ മഹാകരുണ ഞങ്ങളുടെ മേൽ പകരേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തിരുരക്തം കൊണ്ട് ഞങ്ങൾ എല്ലാവരെയും കഴുകി ശുദ്ധീകരിപ്പാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സകല മഹത്വം കർത്താവിന് അർപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ.